ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. 2025 കർക്കടക മാസത്തിൽ ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മാസത്തെ താൽക്കാലിക ഫലങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയിൽ നമുക്ക് മൂലനക്ഷത്രം മുതൽ രേവതി നക്ഷത്രം വരെയുള്ള വിവിധ നക്ഷത്രങ്ങളിൽ ജനിച്ച, അതായത് 9 നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകൾക്ക് കർക്കടക മാസത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സാമാന്യ ഫലങ്ങളാണ് വിശകലനം ചെയ്യുന്നത്. ഇപ്പം മിഥുനമാസം 32 തീയതികളാണുള്ളത്. അതുകൊണ്ട് ജൂലൈ 16 തീയതിയാണ് മിഥുനമാസം അവസാനിക്കുന്നത്. അന്ന് വൈകുന്നേരമാണ് കർക്കടക സംക്രമം, അതായത് സൂര്യൻ കർക്കടക രാശിയിലേക്ക് കടക്കുന്നത്. പക്ഷേ 17 തീയതിയാണ് നമ്മൾ 1 തീയതിയായിട്ട് കലണ്ടർ പ്രകാരം കണക്കാക്കുന്നത്. കൃഷ്ണപക്ഷത്തിലാണ് മാസത്തിൻ്റെ തുടക്കം. കർക്കടക 8-നാണ് കർക്കടക വാവ്. കർക്കടകം 23, 24 തീയതികളിലായിട്ട് പൗർണമിയും വരുന്നു. ശുക്രൻ ഇടവത്തിലും മിഥുനത്തിലുമായിട്ടാണ് ആ മാസത്തിൽ സഞ്ചരിക്കുന്നത്. ചൊവ്വ ചിങ്ങത്തിലും കന്നിയിലുമായിട്ട് സഞ്ചരിക്കുന്നു. ബുധൻ കർക്കടകത്തിൽ തന്നെയാണ് മാസം മുഴുവൻ. ബുധന് വക്രമൗഢ്യവും ഉണ്ട് കുറച്ച് ദിവസത്തേക്ക്. ശനി മീനൻ രാശിയിലാണ്. വ്യാഴം മിഥുനം രാശിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ശനിക്ക് വക്രഗതി ഉണ്ട്. രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലുമാണ് സഞ്ചരിക്കുന്നത്. പിന്നെ ഒരു പ്രധാന മാറ്റം വരുന്നത് ചിങ്ങൻ രാശിയിൽ കേതുവും കുജനും കൂടെ, കേതുവും ചൊവ്വയും കൂടെ ഒന്നിച്ചാണ് ഇപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ പല രാശിക്കാർക്കും വരും. അപ്പം കർക്കിടക മാസം 12 തീയതി ആകുമ്പോഴത്തേക്കും ചൊവ്വ കന്നിയിലേക്ക് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാസത്തിൻ്റെ പകുതിക്ക് ശേഷം ഗുണകരമായ ഫലങ്ങൾ പല നക്ഷത്രക്കാർക്കും അനുഭവപ്പെടും. അപ്പോൾ നമുക്ക് ഈ ഗ്രഹസ്ഥിതി വെച്ചുകൊണ്ട് മൂലനക്ഷത്രം മുതൽ രേവതി വരെയുള്ള ആളുകളുടെ ഫലങ്ങൾ നോക്കാം. ആദ്യത്തെ മൂലനക്ഷത്രമാണ്. മൂലനക്ഷത്രക്കാർക്ക് സൂര്യൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് 8ാമത്തെ രാശിയിലാണ്. അഷ്ടമത്തിലാണ് സൂര്യൻ. അതുകൊണ്ട് ഔദ്യോഗികമായ പ്രതികൂലാവസ്ഥകൾ ഉണ്ടാകാം. ജോലിയിൽ പ്രയാസങ്ങൾ, സർക്കാരിൽ നിന്ന് പ്രതികൂല നടപടികൾ. സൂര്യൻ എന്ന് പറയുന്നത് സർക്കാരിനെയും അധികാരത്തെയൊക്കെ സൂചിപ്പിക്കുന്നതാണ്. അല്ലെ, അധികാരികളിൽ നിന്ന് പ്രതികൂല നടപടികൾ ഉണ്ടാകാം. മേലധികാരികളിൽ നിന്നും അതൃപ്തികരമായ പെരുമാറ്റങ്ങൾ ഉണ്ടാകാം. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കാലതാമസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പല അപേക്ഷകളിലും തെറ്റുകൾ കണ്ടുപിടിച്ച് നിരസിക്കപ്പെടും. അല്ലെങ്കിൽ കാലതാമസം ഉണ്ടാകും. ജോലിക്കുള്ള യാത്ര അല്ലെങ്കിൽ ജോലിക്കുള്ള അന്വേഷണം വളരെ പതുക്കെ മാത്രമേ സഫലമാകുകയുള്ളൂ. പെട്ടെന്ന് ജോലി കിട്ടാനുള്ള സാധ്യത കുറവാണ് മൂലനക്ഷത്രക്കാർക്ക്. സുഖദുഃഖ സമ്മിശ്രമായ ഒരു മാസമായിരിക്കും കർക്കിടക മാസം. പിന്നെ നമ്മുടെ സ്വത്തുക്കളൊക്കെ വിൽക്കാനായിട്ട് ചിലർ ശ്രമിക്കുന്നുണ്ടാകാം. അത് കർക്കിടക മാസത്തിൽ അത് സാധിക്കാൻ സാധ്യത കുറവാണ്. എങ്കിലും പ്രാർത്ഥനയോടെ ശ്രമിച്ചാൽ അതിനുള്ള പ്രാരംഭ നടപടികളൊക്കെ ചെയ്തു വെക്കാനായിട്ട് സാധിക്കും. ചിങ്ങമാകുമ്പോഴത്തേക്കും രാശി മാറും. സൂര്യൻ്റെ രാശിമാറ്റം സംഭവിക്കും. അതുകൊണ്ട് കുറച്ചുകൂടെ ഗുണകരമാകും. പിന്നെ ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ് അത് ഏറ്റക്കുറച്ചിലോട് കൂടിയായിരിക്കും മുന്നോട്ട് പോകുന്നത്. വളരെയേറെ ശ്രദ്ധ അവിടെ ചെലുത്തേണ്ടി വരികയും എന്ന അവസ്ഥയുണ്ടാകും. കുടുംബകാര്യങ്ങൾ പൊതുവെ സമാധാനപരമായിരിക്കും. കുടുംബത്തിൽ നിന്നുള്ള കുടുംബാംഗങ്ങളുടെ പിന്തുണയും ബന്ധുക്കളുടെ സഹായമൊക്കെ ലഭിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നമുണ്ടാകുകയില്ല. പ്രണയിക്കുന്ന കമിതാക്കളെ സംബന്ധിച്ച് മാസം ഗുണകരമാണ്. വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിന് ശ്രമിച്ചാൽ സാധിക്കുന്ന കാലമാണ്. അങ്ങനെ ആഗ്രഹിക്കുന്ന മൂലനക്ഷത്രക്കാരുണ്ടെങ്കിൽ അവർക്ക് സാധിക്കും. വിദേശ യാത്രയ്ക്കും യോഗമുണ്ട്. സാങ്കേതിക വൈദഗ്ധ്യം ആവശ്യമുള്ള ജോലികൾ ചെയ്യുന്നവർക്ക് ഗുണകരമാണ്. അവർക്ക് ധനലാഭവും ഉണ്ടാകും. അതുപോലെ തന്നെ സാങ്കേതിക വിദഗ്ധർക്ക് പല അവസരങ്ങളും വന്നു ചേരുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അമിത ചിലവോ അല്ലെങ്കിൽ നമ്മളറിയാതെ പൈസ ചിലവായി പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകാം. വളരെ ശ്രദ്ധിച്ച് വേണം പണം ചിലവഴിക്കാൻ. പിന്നെ നമ്മളെ അനാവശ്യമായ കാര്യങ്ങളിലേക്ക്, അനധികൃതമായ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാനായിട്ട് പലരും പ്രേരിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നതാണ് ഈ സമയത്ത് നല്ലത്. സഹപ്രവർത്തകരിൽ നിന്ന് നല്ലൊരു സമീപനമായിരിക്കുകയില്ല കിട്ടുന്നത്. ചിലർക്ക് അകാരണമായ ശത്രുതയും നമ്മളോട് ഉണ്ടാകാം. അല്ലെങ്കിൽ നമ്മളുടെ നേട്ടങ്ങളിൽ അസൂയപ്പെട്ടിരുന്ന ആളുകൾ ഈ സമയത്ത് തലപൊക്കി പുറത്തു വരും. അതുകൊണ്ട് അധ്വാനഭാരം കൂട്ടാനുള്ള സാധ്യതയും ഉണ്ട്. അസൂയാലുക്കളുടെ ശല്യം കൊണ്ട് കുറച്ച് കാര്യങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും.
കൃഷി കാര്യങ്ങളിൽ വലിയൊരു ലാഭം പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം മൂലനക്ഷത്രക്കാർക്ക് 4-ലാണല്ലോ ശനി സഞ്ചരിക്കുന്നത്, കണ്ടകശനിയാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം അവരെ അലട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ 7-ൽ വ്യാഴം എന്നുള്ളതാണ് അവർക്കൊരു പ്ലസ് പോയിൻ്റ് ഉള്ളത്. കുറച്ച് ഗുണഫലങ്ങൾ അതുകൊണ്ട് കിട്ടുകയും ചെയ്യും. എന്താണെങ്കിലും വ്യാഴത്തിൻ്റെ ആധിപത്യമുള്ള രാശിയാണ് ഈ ധനു രാശി എന്ന് പറയുന്നത്. അവിടെയാണ് മൂലനക്ഷത്രം വരുന്നത്. കൂടാതെ വ്യാഴം 7-ൽ നിൽക്കുന്ന കാലവുമാണ്, 7-ൽ സഞ്ചരിക്കുന്ന കാലമാണ് ഗ്രഹചാരവശാൽ. അപ്പം വിഷ്ണു ഭഗവാന് അർച്ചന, നെയ്വിളക്ക്, തുളസിമാല തുടങ്ങിയ വഴിപാടുകൾ സമർപ്പിക്കുന്നത് നല്ലതാണ്. ഇതെല്ലാം കൂടെ ചെയ്യണമെന്നില്ല, ഇതിലേതെങ്കിലും നടത്തിയാലും മതി. അതുപോലെ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയോ വെണ്ണ സമർപ്പിക്കുകയോ അവിൽ സമർപ്പിക്കുകയോ ചെയ്യുന്നത് നല്ലതാണ്. നവഗ്രഹ ക്ഷേത്രത്തിൽ വ്യാഴത്തിന് മഞ്ഞപ്പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുകയും മഞ്ഞപ്പട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നതും വളരെ ഗുണകരമാണ്. ഏതായാലും നല്ല മനസ്സ് അറിഞ്ഞ് പ്രാർത്ഥിക്കണം. ദൈവത്തിന് മുന്നിൽ മനസ്സ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തടസ്സങ്ങൾ മാറും. പിന്നെ ഈ തടസ്സം വരുമെന്ന് വിചാരിച്ച് ഡിലേ ചെയ്യിക്കേണ്ട, കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക. നമുക്ക് പ്രാരംഭ കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കാനായിട്ട് സാധിക്കും. ഈ കർക്കിടക മാസം കഴിയുന്നതോടുകൂടി ഗുണഫലങ്ങൾ ഉണ്ടാകും. അല്ലെങ്കിൽ ചൊവ്വ മാറുന്നതോടുകൂടി തന്നെ അവർക്ക് കുറേ ഗുണഫലങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതാണ്. അടുത്ത പൂരാട നക്ഷത്രമാണ്. ഈ പൂരാട നക്ഷത്രവും ധനുക്കൂറിൽ വരുന്നത് കൊണ്ട് അവർക്ക് കണ്ടകശനിയാണ്. സൂര്യൻ 8-ലുമാണ്. അതുകൊണ്ട് എടുത്തു ചാടി ചെയ്യുന്ന പല കാര്യങ്ങളിലും അബദ്ധങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും ആലോചിച്ച് മാത്രം കാര്യങ്ങളിൽ ഏർപ്പെടുക. പൂരാട നക്ഷത്രക്കാർ വിട്ട് വാക്കുകൾ പറയരുത്. അതായത് ആലോചിക്കാതെ പലതും ദേഷ്യപ്പെടുകയും അല്പം മുറിവേൽപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്താൽ ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കുന്നതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. പിന്നെ ധനപരമായ കാര്യങ്ങളിലും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. സുഹൃത്ത് ബന്ധങ്ങളിൽ മുഖേന നേട്ടമുണ്ടാകുന്നതാണ്. അറിവ് വികസിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വീട്ടമ്മമാർക്കൊക്കെ അനുകൂലമായ കാലമാണ്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകും. പിന്നെ സ്വയം വരുമാനം കണ്ടെത്തുന്ന വീട്ടമ്മമാർക്ക് ഈ സമയത്ത് ധനഭാഗ്യ യോഗവും ഉണ്ട്. വിവാഹ കാര്യങ്ങളിൽ തീരുമാനം ആകാൻ സാധ്യതയുണ്ട്. കലാകാരന്മാർക്ക് അംഗീകാരം കിട്ടുന്നൊരു സമയമാണ്. വിനോദയാത്രകൾക്കും തീർത്ഥാടനങ്ങൾക്കുമൊക്കെ സാധ്യതയുണ്ട്. യാത്രകളിൽ ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടിക്കാനും സാധ്യതയുണ്ട്. വിദേശത്ത് തൊഴിൽ ലഭിക്കാൻ സാധ്യതയുള്ള കാലമാണ്. അമിതമായ ആത്മവിശ്വാസം കൊണ്ടുള്ള എടുത്തുചാട്ടം പല പ്രശ്നങ്ങൾക്കും കാരണമാകും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്തെല്ലാം സിറ്റുവേഷനിൽ പെട്ടാലും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ മര്യാദയുള്ളതായിരിക്കണം. നമ്മൾ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. അതുപോലെ വാവിട്ട് വാക്കുകൾ പറയരുത്, മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ പറയരുത്. ആരോഗ്യകാര്യങ്ങളിൽ വളരെ ജാഗ്രത പുലർത്തണം. ഈ അസിഡിറ്റി അല്ലെങ്കിൽ ആസിഡ് റിഫ്ലക്സ് ഒക്കെ ഉണ്ടാകും, എരിച്ചിലുണ്ടാകുമല്ലോ, നെഞ്ചെരിച്ചിൽ, വയറിൽ എരിച്ചിൽ തുടങ്ങിയ കാര്യങ്ങൾ, ഗ്യാസ് ട്രബിൾ, ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു കാലമാണ്. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ പൂരാട നക്ഷത്രക്കാർക്ക് 7-ൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ട് വലിയ ദ്രോഹകരമായ കാര്യങ്ങളൊന്നും ഉണ്ടാകുകയില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറച്ച് വിരോധങ്ങൾ സൃഷ്ടിക്കപ്പെടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് അത് സൂചിപ്പിച്ചത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വിവാഹ കാര്യങ്ങളിലൊക്കെ ആലോചനകൾ, തീരുമാനങ്ങൾ ഒരുപക്ഷെ നേരത്തെ ആലോചിച്ച് വെച്ചിരുന്നതിനേക്കാൾ കൂടുതൽ ബെറ്ററായിട്ടുള്ള ബന്ധങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതുമൂലമുള്ള ചില പ്രശ്നങ്ങളും അന്നേരം അനുഭവിച്ചേക്കാം. പിന്നെ വാതരോഗമോ നാഡീരോഗമോ അല്ലെ കരൾ സംബന്ധമായ രോഗമോ ഒക്കെ ആരംഭിക്കാൻ സാധ്യതയുള്ളൊരു കാലമാണ്. പകർച്ചവ്യാധികൾ ബാധിക്കാനും സാധ്യതയുണ്ട്. എന്താണെങ്കിലും നീതിയുക്തമായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് സാധ്യത. എന്ന് പറഞ്ഞാൽ അനാവശ്യമായ കാര്യങ്ങളിലേക്ക് പോകാൻ ആളുകൾ പ്രേരിപ്പിച്ചാലും അങ്ങനെ പോകാതെ നീതിയുടെ പാത സ്വീകരിക്കാൻ തീരുമാനിക്കും. പിന്നെ മേലധികാരികൾ കണ്ടമാനം പ്രസ് ചെയ്യും, നമ്മളെ സമ്മർദ്ദത്തിൽ ആഴ്ത്താനുള്ള സാധ്യതയുണ്ട്. കണ്ടകശനിയുമാണല്ലോ. പക്ഷേ രാഹു 3-ൽ നിൽക്കുന്നത് ഒരു പരിധിവരെ ഗുണം ചെയ്യും. ധനപരമായ കാര്യങ്ങൾക്കും കുറേ ഗുണം ചെയ്യും. എങ്കിലും ഈ മേലധികാരികളിൽ നിന്നുള്ള ഒരു ഉപദ്രവം മനസ്സിനെ പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രശ്നം അനുഭവിച്ചേക്കാം. അതുപോലെ സഹപ്രവർത്തകരിൽ നിന്നും. ഇനി വഴിപാടുകൾ നോക്കുമ്പം ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ട് അർച്ചനയോ കടുംപായസമോ സമർപ്പിക്കുന്നത് നല്ലതാണ്. നവഗ്രഹ ക്ഷേത്രത്തിൽ ശുക്രന് അർച്ചന സമർപ്പിക്കുക. സർപ്പങ്ങൾക്ക് നൂറുംപാലും അല്ലെങ്കിൽ ആയില്യപൂജ വഴിപാട് ചെയ്യുക. അതല്ല എങ്കിൽ മഞ്ഞൾപ്പൊടിയോ നാണയമോ ഒക്കെ സമർപ്പിച്ചാലും മതിയാകുന്നതാണ്. ഗണപതി ഭഗവാന്റെ ഒരു അർച്ചന നിർബന്ധമായിട്ടും കൊടുക്കണം. വ്യാഴത്തിന് അർച്ചന നടത്തുന്നതും നല്ലതാണ്. കാരണം ഈ പൂരാട നക്ഷത്രം എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ രാശിയിലാണല്ലോ വരുന്നത്.
അതുകൊണ്ട് വ്യാഴപ്രീതിക്കായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ്. ഒരു അർച്ചന ചെയ്താൽ മതി. അപ്പം അനുഭവങ്ങൾ കുറച്ചുകൂടെ ഗുണകരമാകും. അടുത്ത ഉത്രാട നക്ഷത്രമാണ്. സമ്മിശ്രമായ ഫലമാണ് ഈ കർക്കിടക മാസത്തിൽ അവർക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഉത്രാടം 2 കൂറിലായിട്ടാണ് വരുന്നത്. ആദ്യത്തെ കാൽഭാഗമാണ് ധനുക്കൂറിലുള്ളത്, ബാക്കി 3/4 ഭാഗം മകരക്കൂറിലാണ് വരുന്നത്. അപ്പോൾ ഈ ഉത്രാടത്തിൻ്റെ 3/4 ഭാഗം, അവസാന 3/4 ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ശനി 3-ൽ നിൽക്കുന്ന ഗുണം അവർക്ക് കിട്ടും. ആദ്യ പാദത്തിൽപ്പെട്ടവർക്ക് കണ്ടകശനിയുമാണ്. അപ്പം സമ്മിശ്രമായ ഫലമാണ് നമുക്ക് പൊതുഫലം പറയുമ്പം. എങ്കിലും നമ്മൾ പൊതുവായ കാര്യങ്ങൾ നോക്കുമ്പം ഗുണവും ദോഷവും മാറി മാറി വരുന്ന ഒരു മാസമായിരിക്കും. വ്യാപാരത്തിൽ ഗുണകരമായ അനുഭവങ്ങളുണ്ടാകും. പക്ഷേ പുതിയൊരു വ്യാപാരം തുടങ്ങുക, അല്ലെങ്കിൽ ഒരു വ്യവസായം തുടങ്ങുക, അതിനൊന്നും ഈ കർക്കിടക മാസം ഒട്ടും യോജിച്ചതല്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചിങ്ങമാസത്തിലേക്ക് മാറ്റി വെക്കുക. പിന്നെ കമ്മീഷൻ, ഫ്രാഞ്ചൈസി തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഗുണകരമാണ്. നല്ല ലാഭം അതിനകത്തുനിന്ന് കിട്ടുന്നതാണ്. കുടുംബ ബന്ധങ്ങളിൽ പലരും വിഷം കലക്കുന്നത് മൂലം നമ്മുടെ കുടുംബാന്തരീക്ഷം അല്പം കലുഷിതമാകാനിടയുണ്ട്. എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നുള്ള ചില ആൾക്കാർ നമ്മളെ കുടുംബാംഗങ്ങളെ തമ്മിൽ പരസ്പരം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരമോ സൂചനകളോ ഒക്കെ കൊടുത്ത് ആ സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്ന കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അത് കരുതിയിരിക്കുക എന്നുള്ളതുകൊണ്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അതേ സമയത്ത് ചില മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനും യോഗമുണ്ട്. നല്ലൊരു ആദർശ ധീരനായിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഒരു ചഞ്ചലിപ്പില്ലാതെ തന്നെ നേർവഴിക്ക് തന്നെ പോകാനായിട്ട് സാധിക്കും. സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. അതുമൂലം അല്പം പണനഷ്ടവും സംഭവിക്കാം. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് മൂലം പുണ്യം വർദ്ധിക്കുന്നതാണ്. കരാർ ജോലികൾ ചെയ്യുന്നവർക്ക് സാമാന്യം പ്രതിഫലം കിട്ടുന്നതാണ്, ലാഭം കുറച്ച് കിട്ടുന്നതാണ്. പക്ഷേ കരാർ ജോലികൾ സ്ഥിരമായിട്ട് കിട്ടണം എന്നില്ല. ഈ ധനലാഭം അത്ര റെഗുലർ ആകണമെന്നില്ല. സ്ഥിരമായിട്ട് ഇങ്ങനെ ധനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ആയിരിക്കില്ല ഉത്രാട നക്ഷത്രക്കാർക്ക്. പിന്നെ വായ്പ തിരിച്ചടയ്ക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും. മക്കളുടെ വിവാഹകാര്യത്തിൽ തീരുമാനങ്ങളെടുക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യകരമായ പ്രശ്നങ്ങൾ, ആരോഗ്യത്തെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പോൾ നല്ലൊരു ഡോക്ടറെ സമീപിച്ച് ചികിത്സ തേടേണ്ടതാണ്. പുണ്യകാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടും ആത്മീയ പാതയിൽ സഞ്ചരിക്കാൻ താല്പര്യപ്പെടുന്നത് കൊണ്ടും മനസ്സമാധാനം ഉണ്ടാകും. ബന്ധുക്കളുമായിട്ട് ചില ബന്ധുക്കൾ പിണക്കം കാണിക്കും, ചില ബന്ധുക്കൾ ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരും, തിരിച്ചും സഹായിക്കുന്ന അവസ്ഥ ഉണ്ടാകും. പിന്നെ പുണ്യപ്രവർത്തികളിൽ സഹകരിക്കുന്നതുകൊണ്ട് സാമൂഹികമായ അംഗീകാരവും ലഭിക്കും. വ്യാപാരത്തിൽ മാന്ദ്യമായിരിക്കും ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും. ജീവിത ചെലവ് വർദ്ധിക്കുകയും വരവിനനുസരിച്ച് ചിലവ് നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള ടെൻഷൻ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്കിതൊന്ന് ഈ അനുഭവങ്ങളുടെ തീവ്രത ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ആദിത്യനെ നിത്യവും പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ്. മഹാദേവന് കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ അസൂയക്കാരുടെ പ്രവർത്തനങ്ങളൊക്കെ നല്ലൊരു പരിധിവരെ മാറിപ്പോക്കോളും. ഇത് നിങ്ങൾ ചെയ്ത് നോക്കി ജീവിതത്തിൽ നേരിട്ട് അനുഭവിക്കുക. മഹാദേവനൊരു കൂവളമാല സമർപ്പിക്കുക, ശത്രുദോഷങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കാനായിട്ട് പ്രാർത്ഥിക്കുക. സുഖകരമായിട്ട് ജീവിക്കണം, സന്തോഷം, മനസമാധാനത്തോടുകൂടി ജീവിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ശത്രുക്കളെപ്പറ്റി നമ്മളവിടെ പറയേണ്ട കാര്യമില്ല, അത് മഹാദേവൻ തന്നെ ചെയ്തോളൂ. ഇത് ചെയ്തു നോക്കുക. സുബ്രഹ്മണ്യ സ്വാമിക്ക് അർച്ചന സമർപ്പിക്കുക, ദേവിക്കൊരു പട്ടും കൂടെ സമർപ്പിക്കുക. പിന്നെ ശനിയുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശാസ്താവിന് നെയ്വിളക്ക് സമർപ്പിക്കുക. അത് 2 കൂറുകളിൽപ്പെട്ടവരും ചെയ്യണം. അതായത് ധനുക്കൂറിൽപ്പെട്ടവർക്ക് കണ്ടകശനി ആയതുകൊണ്ട് ദോഷം മാറാൻ വേണ്ടി ശാസ്താവിന് നെയ്വിളക്ക് ചെയ്യണം. മകരക്കൂറിൽപ്പെട്ടവർക്ക് 3-ൽ ശനി സഞ്ചരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ആനുകൂല്യം കിട്ടാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഗുണങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ശാസ്താവിന് നെയ്വിളക്ക് സമർപ്പിക്കുക. അടുത്ത തിരുവോണം നക്ഷത്രത്തിൻ്റെ ഫലം നോക്കാം. അവർക്കും പൂർണ്ണമായിട്ടും ഗുണകരമല്ല. കൃഷി ലാഭം ഒക്കെ ഉണ്ടാകും. മകരക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്, 3-ലാണ് ശനി. വസ്തു വിൽപ്പനയിൽ ചില അമളികൾ അല്ലെ അബദ്ധങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ നമ്മുടെ വസ്തുവിന് ഉദ്ദേശിക്കുന്ന വില കിട്ടിയില്ല എന്ന് വരാം. എടുത്തയാളിനത് ലാഭമായി പോയി എന്ന് പലരും പറഞ്ഞേക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ വസ്തു വിൽപ്പന നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നടക്കാത്തത് കൊണ്ട് നമ്മുടെ പല ആവശ്യങ്ങളും മാറ്റിവെക്കേണ്ടി വന്നേക്കാം. കുടുംബ വഴക്കുകൾ ഉണ്ടാകാം, എന്നാലത് പരിഹരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം
ലഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ പണച്ചെലവ് വർദ്ധിക്കുന്നതാണ്. ബിസിനസ്സിൽ അലച്ചിലുകളാണ് കൂടുതലായിട്ടുണ്ടാകുന്നത്. എന്നാൽ അല്പം ധനലാഭത്തിനും യോഗമുണ്ട്. കൃഷി, കന്നുകാലി വളർത്തൽ തുടങ്ങിയവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ധനലാഭമുണ്ടാകും. യാത്രകൾ മൂലം അനാരോഗ്യകരമായ അവസ്ഥകൾ ഉണ്ടായേക്കാം. ശരീരത്തിന് പീഡ, വയറിന് അസുഖം ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ കലാപ്രവർത്തകർക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള അംഗീകാരം കിട്ടുകയില്ല ഈ സമയത്ത്. പിന്നെ പ്രായമായവർ ഒക്കെ ഉണ്ടല്ലോ, മാതാപിതാക്കളോ അല്ലെങ്കിൽ അപ്പൂപ്പൻ, അമ്മൂമ്മ, മുത്തച്ഛന്മാർ, മുത്തശ്ശിമാർ, അവരുടെയൊക്കെ അവസ്ഥകൾ, ആരോഗ്യാവസ്ഥകൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അല്ലെങ്കിൽ അത് മനക്ലേശത്തിലേക്ക് വഴിവെച്ചേക്കാം. കാരണം ചെറിയ രോഗമാണെന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കരുത്. എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് എന്താണ് കാരണം എന്നുള്ളത് മനസ്സിലാക്കി ചികിത്സ തേടുക. പിന്നെ നേരത്തെ നമ്മൾ മാറ്റിവെച്ച ചില കാര്യങ്ങൾ വീണ്ടും പൊടി തട്ടിയെടുത്ത് ആ ഫീൽഡിലോട്ട് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. ആത്മീയ കേന്ദ്രങ്ങൾ, ക്ഷേത്രങ്ങളാണെങ്കിലും പള്ളികളാണെങ്കിലും അവിടെയൊക്കെ ദർശനം നടത്തി നമ്മുടെ സന്തോഷം, ആത്മസന്തോഷം വർദ്ധിപ്പിക്കാനും പുണ്യം വർദ്ധിപ്പിക്കാനും ഒക്കെ സാധിക്കും. ചിട്ടി, നറുക്കെടുപ്പ് തുടങ്ങിയവ മുഖേന കുറച്ച് പണം കിട്ടാൻ സാധ്യതയുണ്ട്. ധനഭാവത്തിലാണ് രാഹു നിൽക്കുന്നത്, അതുപോലെ ശനി 3-ലും. അപ്പോൾ ഈ ശനിയും രാഹുവും പാപഗ്രഹമാണ്. ധനഭാവത്തിൽ അല്ലെ 2-ൽ നിൽക്കുന്ന രാഹു കൊണ്ട് കിട്ടുന്ന ധനമെന്ന് പറയുന്നത് പെട്ടെന്നുള്ള അല്ലെ കുറുക്കുവഴിയിലുള്ള ധനമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ നറുക്കെടുപ്പുകൾ, മത്സരങ്ങൾ, അതിൽ നിന്നൊക്കെ കുറച്ച് ധനലാഭം ഉണ്ടാകാം. ചിലവും അതുപോലെ വരും എന്നുള്ളതാണ് വേറൊരു പ്രശ്നം. 3-ൽ നിൽക്കുന്ന ശനി കൃഷി കാര്യങ്ങളിൽ നിന്നൊക്കെ ധനലാഭം ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കയ്യിൽ നിലനിൽക്കും. പെട്ടെന്ന് വരുന്ന ധനലാഭം ശനിയുടെ ആനുകൂല്യം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ നിൽക്കാതെ വരും. പിന്നെ മക്കളുടെ പുരോഗതി കണ്ട് സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഈ സമയത്ത് ഉണ്ടാകും. മക്കളോടും ഭാര്യയോടും ഒക്കെ ഒപ്പം, അല്ലെങ്കിൽ ജീവിത പങ്കാളികളോടും ഒപ്പം പുണ്യതീർത്ഥങ്ങൾ, പുണ്യ ദേവാലയങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള യോഗം ഈ സമയത്തുണ്ട്. പിന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ക്രിയാത്മകമായ പങ്ക് വഹിക്കാനായിട്ട് സാധിക്കും. എന്നാൽ അവിടെയും നമ്മുടെ കൂട്ടത്തിലുള്ള ചില പ്രവർത്തകരുടെ രീതികൾ നമുക്ക് ഇഷ്ടപ്പെടാതെ വരും. അത് അല്പം ആത്മസംഘർഷത്തിനും കാരണമാകും. എന്തെങ്കിലുമൊക്കെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കും. കുടുംബത്തിലോ അല്ലെങ്കിൽ പുറത്തോ ഉള്ള വിവാഹത്തിലോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ചോറൂണോ ശിശു ജനനം കൊണ്ട് അനുഗ്രഹീതമാകുമ്പോഴോ ഒക്കെ നമുക്കതിലൊക്കെ പങ്കെടുക്കാനായിട്ട് സാധിക്കും. പിറന്നാൾ സദ്യയോ അതിലൊക്കെ പങ്കെടുക്കാനായിട്ട് സാധിക്കും. ഇത് മാത്രമല്ല കേട്ടോ, ഈ ശതാഭിഷേകം, ഷഷ്ടിപൂർത്തി, ഇതൊക്കെ മംഗളകർമ്മങ്ങളാണ്. കാരണം അവർ ജീവിതത്തിൻ്റെ പല ക്ലേശഘട്ടങ്ങൾ കഴിഞ്ഞു വരുന്നവരാണല്ലോ. അപ്പം പ്രായമായവരുടെ ആഘോഷങ്ങളും നമ്മൾ വിലമതിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലും പങ്കെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ തിരുവോണ നക്ഷത്രക്കാർക്ക് പൂർണ്ണമായി ഗുണകരമായൊരു അവസ്ഥയല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ കാരണം വ്യാഴവും അവർക്ക് പൂർണ്ണ അനുകൂലമല്ലല്ലോ, 6-ലല്ലേ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ വ്യാഴം മറഞ്ഞു നിൽക്കുന്നതിൻ്റെ ദോഷഫലം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. വിഷ്ണു ഭഗവാന് അർച്ചനയും നെയ്വിളക്കും സമർപ്പിക്കുക, അല്ലെങ്കിൽ വിഷ്ണു ഭഗവാൻ്റെ തുളസിമാല സമർപ്പിക്കുക. നമ്മുടെ ഈ പൈസയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പാൽപ്പായസം കൂടെ സമർപ്പിക്കുക. മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ച ഇപ്രകാരം ചെയ്യുന്നത് വളരെ നല്ലതാണ്. എന്തെങ്കിലും ഒരു വഴിപാട് വിഷ്ണു ഭഗവാന് ചെയ്യുക. പിന്നെ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുന്നത് നല്ലതാണ്. വെണ്ണ സമർപ്പിക്കുന്നത് നല്ലതാണ്. ശ്രീകൃഷ്ണ ഭഗവാന് തൃക്കൈ വെണ്ണ നൽകുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ ഗുണകരമാണ്. എഴുത്തുകാരെ സംബന്ധിച്ചും നല്ലതാണ് ഈ സമയത്ത്. പിന്നെ ശനിയുടെ ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടി ശാസ്താവിന് നെയ്വിളക്ക് സമർപ്പിക്കുക. എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനമുണ്ടാകാൻ ഇടയുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോഴത്തേക്കും ശാസ്താവിന് ശംഖുപുഷ്പം കൊണ്ടൊരു അർച്ചന ചെയ്യുക. ഗണപതി ഭഗവാനും അർച്ചന ചെയ്യുക. അപ്പോൾ നമുക്ക് കുറേ ദോഷങ്ങൾ മാറിപ്പോവും. അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ്. 2 കൂറുകളിലായിട്ടാണ് അവിട്ടം നക്ഷത്രം വരുന്നത്. ആദ്യത്തെ പകുതി മകരക്കൂറിലും രണ്ടാമത്തേത് കുംഭക്കൂറിലും. അതിൽ കുംഭക്കൂറുകാർക്ക് സൂര്യൻ 6-ലാണ്. അതുകൊണ്ട് തന്നെ കർമ്മരംഗത്ത് ഉന്മേഷം ഉണ്ടാകും. ഈ പാപഗ്രഹങ്ങളാണ് സൂര്യനൊക്കെ. പാപഗ്രഹങ്ങൾക്ക് 6-ാം ഭാവത്തിൽ വരുമ്പം ഗുണഫലങ്ങളാണ് അവർക്ക് കൊടുക്കുന്നത്. എന്നാൽ ശുഭഗ്രഹങ്ങൾ 6-ൽ പോകുമ്പം അതിൻ്റെ നല്ല ഫലങ്ങൾ കിട്ടുകയുമില്ല. അപ്പോൾ കുംഭക്കൂറുകാർക്ക് സൂര്യൻ 6-ൽ പോകുന്നത് കൊണ്ട് ഗുണം ഉണ്ടാകും. പിന്നെ തൊഴിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. താൽക്കാലിക ജോലികൾക്ക് ശ്രമിക്കുന്നവർക്കും അതിനും സാധ്യതയുള്ളൊരു കാലമാണ്.
പിന്നെ അധികാരികളിൽ നിന്ന് കുറച്ച് ആനുകൂല്യങ്ങളൊക്കെ കിട്ടും. സർക്കാരിൽ നിന്ന് ചില ആനുകൂല്യങ്ങൾ ഈ സമയത്ത് കിട്ടുന്നതാണ്. കുടിശ്ശികയായിട്ട് കിടന്ന പണമൊക്കെ പെട്ടെന്ന് കയ്യിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. മക്കൾക്ക് ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. സാഹിത്യ പ്രവർത്തനത്തിലൊക്കെ അതുപോലെ കലാപ്രവർത്തനത്തിലും അല്പം ഗുണകരമായ അനുഭവങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. പിന്നെ മകരക്കൂറിൽപ്പെട്ട അവിട്ട നക്ഷത്രക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് കാര്യതടസ്സം ഉണ്ടാകും. നേരത്തെ പറഞ്ഞ പോലെ മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വ്യാഴം 6-ലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ആത്മവിശ്വാസം കുറയുകയും ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് ജോലിയിൽ കാഴ്ചവെക്കാൻ പറ്റാതെയും വരും. മേലധികാരികളുടെ അതൃപ്തിയും ഉണ്ടാകാം. ബിസിനസ്സിൽ നിന്നുള്ള ലാഭം കുറയും. ചെലവ് വർദ്ധിക്കും. നമുക്ക് പണം സേവ് ചെയ്യാനായിട്ട് മകരക്കൂറിൽപ്പെട്ട അവിട്ട നക്ഷത്രക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും. കുംഭക്കൂറുകാർക്ക് കുറച്ചുകൂടെ പണം സേവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ സാങ്കേതിക വിദ്യാരംഗത്തുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാം. 2 കൂറിലും പെട്ടവർക്ക് പ്രോജക്റ്റുകളൊക്കെ കിട്ടുകയും അത് വിജയകരമായിട്ട് പൂർത്തിയാക്കാനും സാധിക്കും. കുറേ സർക്കാർ സംബന്ധമായ നൂലാമാലകൾ ഉണ്ടാകാം. എന്ന് പറഞ്ഞാൽ സർക്കാർ സംബന്ധമായ പല ചുവപ്പ് നാടയിൽ കുരുങ്ങി എന്നൊക്കെ നമ്മൾ പറയുകയില്ലേ, അതുപോലുള്ള ചില പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. മനസ്സിനൊരു അല്പം സംഘർഷങ്ങൾ ഉണ്ടാകും. പിന്നെ നമ്മൾ പുതുതായിട്ട് നമ്മുടെ ഭാവനയും നമ്മുടെ കഴിവും അറിവും എല്ലാം കൂടെ വെച്ച് തയ്യാറാക്കുന്ന പദ്ധതികൾ അധികാരികളെ കൊണ്ട് അംഗീകരിപ്പിക്കാനായിട്ട് സാധിക്കും. പ്രവർത്തന ശൈലി മാറ്റി ഒന്ന് നല്ല രീതിയിലേക്ക് സ്മാർട്ട് ആയിട്ട് ഇന്നത്തെ കാലഘട്ടത്തിന് യോജിച്ച രീതിയിലേക്ക് നമ്മുടെ പ്രവർത്തന ശൈലി ഒന്ന് മാറ്റിയാൽ ജോലി കിട്ടാനും നമ്മുടെ പ്രോജക്റ്റുകളൊക്കെ അംഗീകരിക്കപ്പെടാനും അത് കൂടുതൽ സഹായകരമായിരിക്കും. പിന്നെ പുതിയ ചില വ്യാപാര മേഖലകളെപ്പറ്റി ആലോചിച്ച് തുടങ്ങുന്ന കാലമാണ്. ജോലിയിലുള്ളവരും ഒരു അഡീഷണൽ വരുമാനം, ഒരു ഉപവരുമാനം എന്നുള്ള നിലയ്ക്ക് മറ്റൊരു ജോലിയെപ്പറ്റിയോ അല്ലെങ്കിൽ മറ്റൊരു വ്യാപാരത്തെപ്പറ്റിയോ ഒക്കെ ചിന്തിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ഇനി നമുക്ക് പരിഹാര കർമ്മങ്ങൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. ഭദ്രകാളി ദേവിക്കും സുബ്രഹ്മണ്യ സ്വാമിക്കും അർച്ചന സമർപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ കെടാവിളക്കിൽ എണ്ണ സമർപ്പിക്കുക. ശിവപ്രീതിക്കായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുക. ശിവന് ധാര ചെയ്യുകയാണെങ്കിൽ മനസ്സിന് സംഘർഷമൊക്കെ മാറും. ചഞ്ചലത്വം ഒന്നും ഉണ്ടാകുകയില്ല. എന്ന് പറഞ്ഞാൽ അത് ചെയ്യണോ ഇത് ചെയ്യണോ എന്നുള്ള മനസ്സ് കിടന്ന് ആടുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതിൽ നിന്നൊരു മോചനം കിട്ടും. ശാസ്താവിന് നെയ്വിളക്ക് സമർപ്പിക്കുന്നത് മറന്നുപോയത് തീർച്ചയായിട്ടും ചെയ്യണം. അതുപോലെ തന്നെ രാഹു സംബന്ധമായ രാഹുപ്രീതികരങ്ങളായ വഴിപാട് എന്ന് പറഞ്ഞാൽ സർപ്പദൈവങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ പുഷ്പാഞ്ജലിയോ എന്തെങ്കിലും സമർപ്പിക്കുക. സുബ്രഹ്മണ്യ സ്വാമിക്ക് ഭസ്മം സമർപ്പിക്കുന്നതും നല്ലതാണ്. ഏതെങ്കിലും വഴിപാട് ചെയ്താൽ മതി കേട്ടോ. എല്ലാ വഴിപാടും കൂടെ ചെയ്യണമെന്നില്ല. ഇതിലേതെങ്കിലും നിങ്ങളുടെ സാമ്പത്തികമായ ശേഷിയും നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ചെയ്യുന്ന വഴിപാടുകളുടെ രീതി അനുസരിച്ച് ഏതെങ്കിലും ചെയ്യുക. അടുത്ത ചതയ നക്ഷത്രമാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്. ചതയക്കൂറുകാർക്ക് പൊതുവേ നല്ലൊരു സമയമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഉന്മേഷവും ഉണർച്ചയും ഒക്കെ ഉണ്ടാകും. പഴയതിൽ നിന്ന് മാറും. ബിസിനസ്സിൽ സാമാന്യമായ വിജയം ഉണ്ടാകും. ഔദ്യോഗിക യാത്രകൾ ചെയ്യേണ്ടി വരും. അതിലൂടെ നേട്ടങ്ങളുണ്ടാകും. പക്ഷേ ധനം കുറച്ച് കൂടുതൽ ചിലവാകുകയും ചെയ്യും. എന്നാൽ ധനം നമ്മുടെ കൺട്രോളിൽ നിർത്താൻ സാധിക്കും ഒരല്പം ശ്രദ്ധിച്ചാൽ. കാരണം 2ാം ഭാവത്തിൽ നിൽക്കുന്നത്, മീനത്തിൽ നിൽക്കുന്നത് ഈ കുംഭക്കൂറുകാരുടെ രാശിനാഥനായ ശനി തന്നെയാണല്ലോ. അപ്പം ശരിക്കും ഇവർക്ക് 7ാം ശനിയുടെ 3ാമത്തെ ഘട്ടമാണെങ്കിൽ പോലും ശനി അവരുടെ രാശിനാഥനായതുകൊണ്ട് വലിയ ദോഷങ്ങൾ ചെയ്യുകയില്ല, കുറച്ച് ഗുണം ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ബുദ്ധിപൂർവ്വം ചെയ്യുക. ശനി പ്രീതികരങ്ങളായ കർമ്മങ്ങളിലൂടെ ചെയ്തുകൊണ്ട് നമ്മൾ ഓരോന്നിനും ശ്രമിക്കുക. ഈ സമയത്ത് നമ്മുടെ ആസൂത്രണത്തിലുള്ള മികവൊക്കെ പ്രകടിപ്പിക്കാൻ സാധിക്കും. ഇപ്പം പ്ലാനിങ് സംബന്ധമായ ജോലി ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ഇപ്പോൾ പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുക, കൃഷി പ്ലാൻ ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ സമയത്ത് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കും. അവരുടെ പുതിയ പുതിയ ആശയങ്ങൾ പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കും. ജോലിയിൽ വേതന വർധനവിനോ സ്ഥാനക്കയറ്റത്തിനോ ഒക്കെ സാധ്യതയുണ്ട്. പുതിയ സംരംഭങ്ങൾക്ക് സർക്കാരിൽ നിന്ന് അനുമതി ലഭിക്കുന്നതാണ്. പിന്നെ 7ാം ഭാവത്തിൽ നിന്ന് ചൊവ്വ മാറുന്നത് കൊണ്ട് ദാമ്പത്യം കുറച്ചുകൂടെ സ്മൂത്താവും. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ആ സ്നേഹബന്ധം കുറച്ചുകൂടെ ഊർജ്ജസ്വലമാകും. മാത്രമല്ല, നേരത്തെ ഉണ്ടായിരുന്ന തർക്കങ്ങൾ പലതും നിസ്സാരമാണ് എന്ന് സ്വയം മനസ്സിലാകുകയും അത് പരിഹരിക്കപ്പെടുകയും ചെയ്യും. പിന്നെ വാഹനം, അഗ്നി, വൈദ്യുതി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഈ ചൊവ്വയുടെ ട്രാൻസിറ്റ് സമയത്ത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുക. മക്കൾക്ക് ഗുണകരമായ കാലമാണ്.
ഒരു ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ ചെയ്താൽ മതി. പിന്നെ ഈ ഒരു സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ജന്മക്കൂറിലാണല്ലോ രാഹു സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് വഞ്ചനയിൽ, ചതിയിൽ ഒന്നും അകപ്പെടാതെ ഒരു ശ്രദ്ധ വേണം. ഒരു രേഖയുമില്ലാതെ ആർക്കും പൈസയൊന്നും കൊടുത്തു കളയരുത്. അതുപോലെ തന്നെ ജാമ്യം നിൽക്കരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ കർക്കിടക മാസത്തിലൊന്ന് ശ്രദ്ധിക്കണം. അത്യാവശ്യത്തിന് വല്ല ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഒക്കെ കൊടുത്താലും ഒരു രസീതെങ്കിലും ഒപ്പിട്ട് മേടിക്കുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ത്രൂ അക്കൗണ്ട്, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് മുഖേന മാത്രം കൈമാറുക, ഗൂഗിൾ പേ വഴിയോ. കാരണം ഒരു തെളിവ് വേണമല്ലോ. ഈ ഒരു സമയത്തുണ്ടാകുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, പൈസ വാങ്ങിച്ചിട്ട് ഞാൻ വാങ്ങിച്ചതായിട്ട് ഓർക്കുന്നില്ലെന്നൊക്കെ പറയാനുള്ള ഒരു സാധ്യത ഉണ്ട്. എല്ലാവരും അല്ല കേട്ടോ, എങ്കിൽ പോലും അങ്ങനെ ഒരു സാധ്യത ഉള്ളത് കൊണ്ട് അതിനൊരു രേഖ സൂക്ഷിക്കുന്നത്, ഓൺലൈനിലാണെങ്കിൽ പോലും ഒരു രേഖ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ജോലി ഒന്ന് മാറണം എന്നാഗ്രഹിക്കാൻ സാധ്യതയുണ്ട്. ഏജൻസി, കമ്മീഷൻ വ്യവസ്ഥയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഗുണകരമാണ്. അതുപോലെ ആ തരത്തിലുള്ള ബിസിനസ് ചെയ്യുന്നവർക്കും ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകും. പിന്നെ കാര്യനിർവഹണശേഷി വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് ധനലാഭമൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ചിലവിനെ ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി. ഇനി ചതയ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് രാഹുപ്രീതികരങ്ങളായ കർമ്മങ്ങളാണ്. അതുകൊണ്ട് തന്നെ സർപ്പദൈവങ്ങൾക്ക് ആജില്യപൂജ സമർപ്പിക്കുക, അല്ലെങ്കിൽ 100 പാലും സമർപ്പിക്കുക. അതിന് സാമ്പത്തികമായിട്ട് പറ്റാത്തവർ, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവർ മഞ്ഞൾപ്പൊടിയും നാണയവും ചേർത്ത് സർപ്പപ്രതിഷ്ഠയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുക. ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവരല്ല, ക്ഷേത്രത്തിൽ പോയി ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവർ, ആയില്യപൂജയിലോ നാഗപൂജയിലൊന്നും പങ്കെടുക്കാൻ പറ്റാത്തവർ ഒരു മഞ്ഞൾപ്പൊടി വാങ്ങിച്ച് അല്പം കുറച്ച് നാണയം കൂടെ എടുത്ത് സമർപ്പിക്കുക. ഈ നാണയം എണ്ണി നോക്കരുതെന്നാണ് പഴയ രീതി പറയുന്നത്. എണ്ണാതെ ഒരു പിടി എടുത്ത് സമർപ്പിക്കുക. അതാണ് അതിൻ്റെ സിസ്റ്റം. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചില പിഴവുകളൊക്കെ ചെയ്തിട്ട് കാണും. അത് മാറാൻ വേണ്ടിയാണ് ഈ പിഴപ്പണം എന്നുള്ള രീതിയിൽ അത് സമർപ്പിക്കുന്നത്. പിടിപ്പണമെന്നും പറയാറുണ്ട്. പിന്നെ ശിവപാർവതി ക്ഷേത്രത്തിലെ അർച്ചന നടത്തുന്നത് കുടുംബ സമാധാനത്തിനും ദാമ്പത്യം കൂടുതൽ ദൃഢമാകുന്നതിനും സ്നേഹബന്ധം വളരുന്നതിനുമൊക്കെ നല്ലതാണ്. കുടുംബത്തിൽ പൊതുവേ ഒരു സമാധാനവും ഉണ്ടാകും. പിന്നെ ശാസ്താവിന് നെയ്വിളക്ക് സമർപ്പിക്കണം. ശനിക്ക് എള്ളുതിരി സമർപ്പിക്കുന്നതും വളരെ പ്രധാനമാണ്. കാരണം 7.5 ശനി എന്ന് പറയുന്നത്, ഈ ശനിദോഷത്തിൽ ശിവന് പോലും രക്ഷയില്ല എന്നുള്ള കഥ നിങ്ങൾ കേട്ടിട്ട് കാണും. അതുകൊണ്ട് തന്നെ ശനിയെ നമുക്ക് നിസ്സാരമായിട്ട് കരുതാൻ പറ്റില്ല. പക്ഷേ ചതയ നക്ഷത്രം ഉൾപ്പെടുന്ന കുംഭക്കൂറിൻ്റെ രാശിനാഥൻ ശനി ആയതുകൊണ്ടാണ് ദോഷങ്ങൾ കുറഞ്ഞിരിക്കുന്നത്. എങ്കിലും നമുക്കത് അവഗണിക്കാൻ പറ്റുകയില്ല. എപ്പോൾ വേണമെങ്കിലും ഒരു പ്രതികൂല അവസ്ഥ ഉണ്ടാകാം. അത് മുൻകൂട്ടി തന്നെ ശനിക്കുള്ള വഴിപാടുകൂടെ ചെയ്യുക. പൂരുട്ടാതിയാണ് അടുത്ത നക്ഷത്രം. പൂരുട്ടാതി കുംഭക്കൂറിലാണ് ആദ്യ മുക്കാൽ ഭാഗം വരുന്നത്. അവർക്ക് അധികാരമുള്ള പദവികൾ കിട്ടും. പുതിയ പ്ലാനിങ് സംബന്ധമായ കാര്യങ്ങളിലൊക്കെ അവർക്ക് കഴിവ് തെളിയിക്കാൻ സാധിക്കും. ചുമതലകൾ വർദ്ധിക്കുന്നതാണ്. സ്ഥാനമാനങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ദൂരദിക്കിൽ ജോലി ചെയ്യുന്നവർക്ക് നാട്ടിലേക്ക് സ്ഥലം മാറ്റം കിട്ടാൻ സാധ്യതയുണ്ട്. വ്യാഴവും ശുക്രനും ശുഭ ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് സന്താനങ്ങൾക്ക് ഗുണകരമായൊരു സമയമാണ് കർക്കിടക മാസം. അവരുടെ പഠനം, അവരുടെ എൻട്രൻസ് റിസൾട്ട്, ഇതൊക്കെ ഗുണകരമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പൊതുവെ ആരംഭിക്കുന്ന കാര്യങ്ങളൊക്കെ വലിയ തടസ്സമില്ലാതെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ചെറിയ തടസ്സങ്ങൾ വരുമ്പം നന്നായിട്ട് പ്രാർത്ഥിക്കുകയും എന്തെങ്കിലും ഒരു ചെറിയ വഴിപാട് നടത്തുകയും ചെയ്യുന്നത് നല്ലതാണ്. എല്ലാ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിനുള്ള ഫലവും കിട്ടും. ധനപരമായിട്ട് അത്ര ഗുണവുമല്ല, എന്നാൽ തീരെ മോശവുമല്ല. ചിലവുകൾ നിയന്ത്രിക്കുക. കൂട്ടുകെട്ടുകളിൽ പെട്ടാണ് പണം പോകാൻ സാധ്യതയുള്ളത്. അതിലൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ രാഹുവിൻ്റെയും ശനിയുടെയും സ്വാധീനം വളരെ കൂടുതലായിരിക്കും. ഒരുപാട് പ്രലോഭനങ്ങളിൽ നമ്മൾ ചെന്ന് വീഴാൻ സാധ്യതയുണ്ട്. ആ പ്രലോഭനങ്ങളിൽ വീഴാതെ സൂക്ഷിക്കുക. അത് പണവും പോവും, മാനവും പോവും. അതാണ് പ്രലോഭനങ്ങളിൽ വീണാൽ ഉണ്ടാകുന്നത്. ചില ബന്ധുക്കൾ തന്നെ നമ്മളെ അങ്ങോട്ട് നയിക്കാനായിട്ട് ശ്രമിക്കും. അതിപ്പം മൈൻഡ് ചെയ്യേണ്ട, അതിൽ നിന്ന് മാറി നിൽക്കുക. അതിനുള്ളൊരു സമയമല്ല. ശനിയും രാഹുവും ദോഷകരമായിട്ടാണ് നിൽക്കുന്നത്. ഗുണകരം എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. പിന്നെ ചില ആളുകൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മളെ വന്ന് സഹായിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയും ഈ സമയത്ത് ഉണ്ട്. മേലധികാരി ചില കാര്യങ്ങൾ പറയുകയും അത് നമുക്ക് പിന്നീട് ബുദ്ധിമുട്ടായിട്ട് വരികയും ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. മേലധികാരിയോട് അടുപ്പം കാണിക്കുമ്പോഴും നമ്മുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ അയാളുടെ ജീവിതത്തിലോട്ട് ഇടപെടുന്നത് അത്ര ഗുണകരമല്ല. പിന്നെ നമുക്ക് നല്ല ഉത്സാഹവും ഒരു
ആർജവത്തോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് സഹപ്രവർത്തകർക്ക് സഹായകരമായിരിക്കും. അവർക്ക് നമ്മൾ സഹായങ്ങൾ ചെയ്തു കൊടുക്കും. കുറച്ച് നേട്ടങ്ങളും നമുക്ക് അതിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. പക്ഷേ വളരെ ഉത്സാഹത്തോടുകൂടി നമ്മൾ പ്രവർത്തിക്കുന്നത് മറ്റുള്ള ചിലരുടെ അസൂയയ്ക്കും കാരണമാകും എന്നുള്ളത് കൂടെ ഓർത്തിരിക്കുക. എന്ന് വിചാരിച്ച് നമ്മൾ പ്രവർത്തിക്കാതിരിക്കേണ്ട. അതിനുവേണ്ടി ചെയ്യേണ്ട വഴിപാടുകൾ പറയുന്നുണ്ട്. പിന്നെ ഒരുപാട് പണം മുടക്കിയുള്ള ഒരു പരിപാടിയിലും ഇപ്പോൾ ഏർപ്പെടരുത്. അതിനൊന്നും അത്ര അനുകൂലമല്ല സമയം. പലരും അതിനുവേണ്ടി പ്രേരിപ്പിക്കും. പല ഊഹക്കച്ചവടത്തിലേക്കൊക്കെ പോകാനായിട്ട് പ്രേരിപ്പിക്കും. അതിപ്പോൾ ചെയ്യേണ്ട. നന്നായിട്ടത് മനസ്സിലാക്കിയിട്ടൊക്കെ അത്തരം കാര്യങ്ങൾ ചെയ്താൽ മതി. സാധാരണ നിക്ഷേപങ്ങളൊക്കെ നമുക്കാകാം. ബാങ്ക് നിക്ഷേപം, ചിട്ടി തുടങ്ങിയ കാര്യങ്ങളിലൊന്നും ഇടപെടുന്നതിൽ കുഴപ്പമില്ല. ഒരിക്കലും പ്രലോഭനങ്ങളിൽ അകപ്പെട്ട് മോശമായ വഴികളിലേക്ക് പോകാതിരിക്കുക. മറ്റുള്ളവരെ സഹായിക്കും. അതിലൂടെ പുണ്യം വർദ്ധിപ്പിക്കാനും സാധിക്കും. ആത്മീയ കേന്ദ്രങ്ങൾ, ക്ഷേത്രങ്ങളോ പള്ളികളോ ഒക്കെ സന്ദർശിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ സാധിക്കും. അതിലൂടെ ആത്മസന്തോഷവും കുടുംബ സമാധാനമൊക്കെ വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. മക്കളുമായിട്ടുള്ള ബന്ധം നല്ല ഗുണകരമായ രീതിയിൽ ആയിരിക്കും. വിഷ്ണു ഭഗവാന് നെയ്വിളക്ക് സമർപ്പിക്കുക, തുളസിമാല സമർപ്പിക്കുക. ഒരുപാട് മനസ്സിന് വിഷമം വരുന്ന ഘട്ടങ്ങളിൽ ഒരു താമരമുട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഒരുപാട് മനസ്സിന് വിഷമം വരുമ്പം മഹാദേവന് ധാര സമർപ്പിക്കുന്നതും നല്ലതാണ്. ശ്രീകൃഷ്ണ ഭഗവാന് വെണ്ണ സമർപ്പിച്ചാൽ വ്യാപാര രംഗത്ത് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്കും ഇത് വളരെ നല്ലതാണ്. ശനിയുടെ ദോഷം മാറാൻ വേണ്ടി ശാസ്താവിന് നെയ്വിളക്ക് സമർപ്പിക്കുക. ശാസ്താവിന് അർച്ചനകൾ സമർപ്പിക്കുക. തുളസി പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യാം. തുളസി മാല സമർപ്പിക്കാം ശാസ്താവിന്. അതുപോലെ നീലപുഷ്പങ്ങൾ കൊണ്ട് അർച്ചന ചെയ്യാം. ശനിദേവന് എള്ളുതിരി തെളിയിക്കുന്നതും നല്ലതാണ്. ഇതിലേതെങ്കിലും ഒക്കെ ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. പിന്നെ മറ്റൊരു കാര്യം ചെയ്യേണ്ടത്, നാഗദൈവങ്ങൾക്ക് വഴിപാട് ചെയ്യേണ്ടതാണ്. മഞ്ഞൾപ്പൊടിയോ നൂറുംപാലോ അല്ലെങ്കിൽ ആയില്യ പൂജ ഒക്കെ സമർപ്പിക്കുന്നത് നല്ലതാണ്. ഹനുമാൻ സ്വാമിക്ക് ഒരു വെറ്റിലമാല സമർപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ജോലി കിട്ടാനൊക്കെ വളരെ ഗുണകരമാണ്. അതുപോലെ തന്നെ തടസ്സങ്ങൾ നല്ലൊരു പരിധിവരെ മാറിപ്പോകാനും അത് നല്ലതാണ്. ഇനി ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഫലം നോക്കാം. സൂര്യൻ 5-ലാണ് സഞ്ചരിക്കുന്നത്. വലിയ ഗുണകരം എന്ന് പറഞ്ഞുകൂടാ. എങ്കിലും ചില ആരോപണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതായത് നമ്മൾ വളരെ ഹാർഡ് വർക്ക് ചെയ്താലും മേലധികാരിക്ക് അത്ര തൃപ്തിയാകണം എന്നില്ല. അതുപോലെ തന്നെ സന്താനങ്ങളുടെ ഭാഗത്തു നിന്നും ചില പ്രതികൂലമായ പ്രതികരണങ്ങൾ, അച്ഛൻ അങ്ങനെ ചെയ്ത് ശരിയായില്ല അല്ലെങ്കിൽ അമ്മ അങ്ങനെ ചെയ്ത് ശരിയായില്ല എന്നുള്ള രീതിയിൽ മക്കൾ പറയുന്ന ഒരു അനുഭവം ഒരുപക്ഷെ ഉണ്ടായേക്കാം. അതുപോലെ തന്നെ നമ്മൾ ചില മൂല്യങ്ങൾ സൂക്ഷിക്കുന്ന ആൾക്കാരായിരിക്കാം. അതൊന്നും മറ്റുള്ളവർ വിലമതിക്കാത്തതിൽ നമുക്കൊരു വിഷമം ഉണ്ടായേക്കാം. കാര്യങ്ങളിൽ വലിയ ഉത്സാഹം കാണിക്കാൻ സാധിക്കുകയില്ല. പല കാര്യങ്ങളും നമ്മൾ എത്ര ശ്രമിച്ചാലും പതുക്കെയേ സാധിക്കുകയുള്ളൂ. വീട്ടിൽ പൊതുവെ സമാധാനം പുലരുന്നതാണ്. പുതിയ സംരംഭങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. അത് ഉടനെ സാധിച്ചില്ലെങ്കിലും അത് ക്രമേണ സാധിക്കുന്നതാണ്. നമുക്കതിൻ്റെ പ്രാരംഭ കാര്യങ്ങളൊക്കെ കർക്കിടക മാസത്തിൽ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ കടങ്ങൾ അല്പം വർദ്ധിക്കാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. നിക്ഷേപങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ നേരത്തെ നടത്തിയ നിക്ഷേപങ്ങൾ അത്ര ലാഭകരമാകണം എന്നില്ല. അതുകൊണ്ട് ഷെയറൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് മാർക്കറ്റ് ഉയരുമ്പോൾ വിറ്റാൽ മതി. വിദഗ്ധരുടെ ഉപദേശം തേടുന്നതിനും കുഴപ്പമില്ല. കുടുംബജീവിതത്തിൽ അല്പം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. മധ്യസ്ഥരുടെ സഹായത്തോടെയോ അല്ലെങ്കിൽ പരസ്പരം പറഞ്ഞു തീർത്തോ അത് പരിഹരിക്കുക. സഹോദരങ്ങളുടെ സഹായം ഉണ്ടാകും. സുഹൃത്തുക്കളുടെ സഹായം ഉണ്ടാകും. നമുക്ക് സ്ഥാനമാറ്റം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. സാമൂഹ്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ചില വിമർശനങ്ങൾ നേരിടേണ്ട അവസ്ഥയുണ്ടാകാം. സ്ഥാനമാറ്റവും ഉണ്ടാകാം. ഒരുപക്ഷെ ജോലിയിൽ പ്രമോഷനോടുകൂടി ആയിരിക്കാം സ്ഥലമാറ്റം ഉണ്ടാകുന്നത്. എങ്കിലും നമുക്ക് അത് അല്പം അസൗകര്യപ്രദമായിട്ട് അനുഭവപ്പെട്ടേക്കാം. കലാകാരന്മാർക്ക് അവസരങ്ങൾ അല്പം കുറയുന്നതാണ്. അതുകൊണ്ടൊരു മനോവിഷമവും ഉണ്ടാകും. പ്രണയബന്ധങ്ങൾ അത്ര ഗുണകരമാവുകയില്ല. ജീവിത ചെലവ് സാമാന്യത്തിൽ കൂടുതലായിട്ട് വർദ്ധിക്കുന്നതാണ്. അത് അല്പം പ്രയാസം നമുക്ക് ഉണ്ടാക്കും. എന്താണെങ്കിലും ഈ വരവ് ചെലവുകൾക്ക് കണക്ക് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. എന്താണെങ്കിലും ഇപ്പോൾ തന്നെ അത് എഴുതി തുടങ്ങുക. ചിങ്ങമാസം മുതലെങ്കിലും അത് കൃത്യമായിട്ട് കൊണ്ടുപോകാനായിട്ട് എല്ലാ നക്ഷത്രക്കാരും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർ ചെയ്യേണ്ടത് വിഷ്ണു ഭഗവാന് അർച്ചനയും നെയ്വിളക്കും സമർപ്പിക്കുക.
മാസത്തിലെ ആദ്യ വ്യാഴാഴ്ച ഒരു പാൽപ്പായസം സമർപ്പിക്കുക. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയും സമർപ്പിക്കുക. അല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമിക്ക് വെണ്ണ സമർപ്പിക്കുക. ഇതൊക്കെ നല്ല വഴിപാടുകളാണ്. പിന്നെ രോഗദുരിതങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ശിവന് കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ദാമ്പത്യത്തിൽ അവസ്ഥാരസ്യങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ശിവപാർവതി ക്ഷേത്രത്തിൽ സ്വയംവര അർച്ചന രണ്ടുപേരുടെയും പേരിൽ സമർപ്പിക്കുക. പിന്നെ അതുപോലെ തന്നെ പ്രാധാന്യമുള്ളൊരു വഴിപാടാണ് ഈ സംവാദ സൂക്ത പുഷ്പാഞ്ജലി ഗണപതി ഭഗവാന് സമർപ്പിക്കുന്നത്. അതും പരസ്പര തർക്കങ്ങളൊക്കെ നീങ്ങാനുള്ള ഒരു വഴിപാടാണ്. അടുത്തത് രേവതി നക്ഷത്രക്കാരുടെ ഫലമാണ്. രേവതി നക്ഷത്രക്കാർ ഇപ്പോൾ ജന്മശനിയിലൂടെയാണ് കടന്നു പോകുന്നത്. ജന്മക്കൂറിലാണ് ശനി സഞ്ചരിക്കുന്നത്. അതിൻ്റേതായ പ്രയാസങ്ങൾ അവർക്ക് ഉണ്ടാകും. ജോലിയിൽ കുറച്ച് സംഘർഷങ്ങൾ ഉണ്ടാകും, എതിർപ്പുകൾ ഉണ്ടാകും, വിമർശനങ്ങൾ പലതും നേരിടേണ്ടി വരും, പരാജയ ഭീതി ഉണ്ടാകാം, അമളി പറ്റുമോ എന്നുള്ളൊരു പേടി എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ഇടപാട്, സ്ഥല ഇടപാട്, വാഹനം വാങ്ങുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള രേഖകൾ സൂക്ഷിക്കണം, എഗ്രിമെൻറ്റുകളൊക്കെ ഒപ്പിടണം. അതുപോലെ കരാർ പണികൾ നമ്മൾ കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ കരാർ പണി ഏറ്റെടുത്ത് ചെയ്യുകയോ ചെയ്യുമ്പോൾ എഗ്രിമെൻറ്റുകൾ കൃത്യമായിരിക്കണം, രേഖകൾ കൃത്യമായിരിക്കണം, ടാക്സ് സംബന്ധമായ രസീതുകളൊക്കെ ഫയൽ ചെയ്ത് തന്നെ സൂക്ഷിക്കണം. പിന്നെ ബാങ്കുകളിലുള്ള കടങ്ങളൊക്കെ തീർക്കുകയോ അല്ലെങ്കിൽ കുടിശ്ശിക വരാതെ അടയ്ക്കുകയോ ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നോട്ടീസൊക്കെ വരാൻ സാധ്യതയുണ്ട്. കഴിവുകൾ പലതും പൂർണ്ണമായിട്ടും വിനിയോഗിക്കാൻ കഴിയണമെന്നില്ല. നമുക്കറിയാം നമുക്ക് ആ കഴിവുണ്ടെന്ന്. പക്ഷേ ഈ സമയത്ത് അത് പുറത്തെടുക്കാൻ പറ്റാത്ത സമ്മർദ്ദങ്ങൾ പലപ്പോഴും ഉണ്ടാകും. പലപ്പോഴും വിജയിക്കാൻ പറ്റാത്തതിൽ നിരാശ ഉണ്ടാകും. പക്ഷേ വിജയിക്കാൻ പറ്റുകയില്ല എന്നില്ല കേട്ടോ. ഒരു തവണ ശ്രമിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നത്. 2 or 3 തവണ ശ്രമിച്ചാൽ വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ചെറിയ സംരംഭങ്ങൾ, ചെറിയ വ്യാപാരങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ലാഭം ഉണ്ടാകുന്നതാണ്. പിന്നെ കുടുംബാംഗങ്ങളുടെ എല്ലാം സഹായ സഹകരണങ്ങൾ കിട്ടുകയും ചെയ്യും. പൂർണ്ണമായിട്ടും അവർ അഭിപ്രായങ്ങൾ ഒരുപോലെ അല്ലെങ്കിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ അവരുടെ സഹകരണം അല്ലെങ്കിൽ അവരുടെ ഒരു പിന്തുണ നമുക്ക് കിട്ടുന്നതാണ്. വിവാഹം തീരുമാനിക്കാനുള്ള സാധ്യതയുണ്ട്. പുത്രനോ പുത്രിയോ ഉണ്ടെങ്കിൽ അവരുടെ വിവാഹത്തിൻ്റെയും തീരുമാനമെടുക്കാനുള്ള സാധ്യത ഉണ്ട്. വിവാഹം പക്ഷേ കർക്കിടക മാസത്തിൽ പൊതുവേ നടത്താറില്ല. വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രാരംഭമായ തീരുമാനങ്ങളൊക്കെ എടുത്തേക്കാൻ സാധ്യതയുണ്ട്. യാത്രകൾ ചെയ്യേണ്ടി വരും. യാത്രകൾ കൊണ്ട് അല്പം അലച്ചിലും അനുഭവപ്പെട്ടേക്കാം. പുതിയ വീട് വാങ്ങാനായിട്ട് പ്രാരംഭ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഈ സമയത്ത് സാധിക്കുന്നതാണ്. പിന്നെ കുടുംബത്തിൽ സമാധാനം എന്ന് പറയാം. ഏതാണ്ട് ഒരു പരിധിവരെയുള്ള സമാധാന അന്തരീക്ഷം തന്നെയായിരിക്കും. ചെറിയ ചെറിയ തർക്കങ്ങൾ അപ്പോഴും ഉടലെടുത്തേക്കാം. വീട്ടിലെ പ്രായമായവരുടെ ആരോഗ്യകാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വേണം. പിന്നെ ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടി സ്ഥലം മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങോട്ട് കുടുംബാംഗങ്ങളെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുമെങ്കിലും അത് സാധിക്കണമെന്നില്ല. ഭൂമിയോ വീടോ ഒക്കെ വാങ്ങിയിടാനുള്ള ഒരു സാധ്യത ഈ സമയത്തുണ്ട്. സാങ്കേതികവിദ്യയൊക്കെ പഠിച്ചവർക്ക് ഈ സമയത്തത് പ്രായോഗികമായിട്ട് തന്നെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. അവർക്ക് പുതിയ കണ്ടുപിടുത്തങ്ങൾ ഒക്കെ ചെയ്യാനും പലർക്കും സാധിക്കുന്നതാണ്. വളരെ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം ഉണ്ടാകുന്നതാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ കാര്യത്തിലും ഒരു രൂപരേഖ ഉണ്ടാക്കിയിട്ട് മാത്രം അതിൻ്റെ എക്സിക്യൂഷനിലേക്ക്, അത് നിർവഹണം ചെയ്യുന്നതിലേക്ക് പോവുക. അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വരും. ചെറിയ മുടക്കങ്ങൾ ഉണ്ടാകാം. പൊതുപ്രവർത്തനങ്ങളിൽ സ്ഥാനമാനങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. അവിടെയും വിമർശനങ്ങൾ ഉയരാമെന്നുള്ള ഒരു ദോഷവും ഉണ്ട്. കാരണം 12ലാണ് രാഹു നിൽക്കുന്നത്. ജന്മക്കൂറിൽ ശനിയും സഞ്ചരിക്കുന്നു. അതേസമയത്ത് ചില ഗുണഫലങ്ങളുമുണ്ട്. നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ചില വസ്തുക്കൾ തിരികെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ബിസിനസ്സുകൾ, പങ്കാളിത്ത ബിസിനസ്സുകൾക്ക് ഈ സമയത്ത് അത്ര നല്ലതല്ല, അനുയോജ്യമല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിനെപ്പറ്റി നന്നായിട്ടൊന്ന് പഠിക്കുക. കർക്കിടക മാസത്തിൽ ഈ ഗ്രഹനിലയൊന്ന് മാറിയ ശേഷം ആ ബിസിനസ്സിലേക്ക് ഏർപ്പെട്ടാൽ മതി. അതായിരിക്കും നല്ലത്. ഏതായാലും പ്രാർത്ഥനകളോടുകൂടി പോവുകയും പരിശ്രമം നിർത്താതെ തുടരുകയും ചെയ്താൽ മനസ്സമാധാനം ഉണ്ടാകാനായിട്ട് അത് ഗുണകരമാണ്. അപ്പോൾ രേവതി നക്ഷത്രക്കാർ ഹനുമാൻ സ്വാമിക്ക് പ്രധാനമായിട്ട് വഴിപാട് ചെയ്യണം. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുകയും വെണ്ണ സമർപ്പിക്കുകയും ചെയ്യുക. ശ്രീകൃഷ്ണ ഭഗവാന് വെണ്ണ സമർപ്പിക്കുക. തൃക്കൈ വെണ്ണ എന്നൊരു വഴിപാടുണ്ട്, അത് സമർപ്പിക്കുന്നത് നല്ലതാണ്. ജോലി ചെയ്യുന്നവർക്കും, അതായത് ഏതെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും നല്ലതാണ്. വിദ്യാർത്ഥികൾക്കും അത് ഗുണകരമാണ്. മഹാദേവന് ഒരു കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. സുബ്രഹ്മണ്യ സ്വാമിക്ക് അർച്ചനയും
പഞ്ചാമൃതമോ അങ്ങനെയുള്ള എന്തെങ്കിലും ത്രിമധുരമോ എന്തെങ്കിലും ഒരു വഴിപാട് കൂടെ ചെയ്യുക. കുടുംബദേവതയ്ക്ക് പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇതിലേതെങ്കിലും ഒക്കെ വഴിപാടുകൾ നിങ്ങൾ ചെയ്യുക. കാരണം ഈ സമയത്തുള്ള പ്രാർത്ഥനകൾക്ക് വളരെ ഫലമുണ്ട്. നമുക്ക് അല്പം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഈശ്വരനുമായിട്ട് കൂടുതൽ അടുക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പ്രാർത്ഥന ഒരു വഴിപാട് പോലെ അങ്ങ് ചെയ്തങ്ങ് പോകും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കൂടുതൽ ഈശ്വരനിലേക്ക് ആത്മീയമായ ഒരു പുരോഗതിക്കുള്ള ഒരവസരമായിട്ട് കരുതുക ഈ ഏഴരശനി, കണ്ടകശനി തുടങ്ങിയ അവസരങ്ങളൊക്കെ. പിന്നെ അപ്പം വഴിപാടുകളും പ്രാർത്ഥനകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാ മതക്കാർക്കും, എല്ലാ ജാതികളിലും എല്ലാ മതങ്ങളിലും പെട്ട എല്ലാ വിഭാഗക്കാർക്കും അന്നദാനം പോലുള്ള വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ്. അന്നദാനം, വസ്ത്രദാനം, ഔഷധങ്ങൾ ദാനം ചെയ്യുക, ഇതൊക്കെ എല്ലാ വിഭാഗക്കാർക്കും ചെയ്യാവുന്ന കാര്യമാണ്. അതുപോലെ മറ്റുള്ളവർക്ക് കഴിയുന്നത്ര ഉപകാരങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. പിന്നെ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാതെ സംസാരിക്കുക. സംസാരത്തിലും പെരുമാറ്റത്തിലും മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ശനി കൊണ്ടുള്ള ദോഷം, രാഹു കൊണ്ടുള്ള ദോഷമൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് സാധിക്കും. നമ്മുടെ പുണ്യത്തിൻ്റെ അളവ് വർദ്ധിക്കും. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയൽക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നന്മയുണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ഒക്കെ നന്മയുണ്ടാകട്ടെ, ഐശ്വര്യമുണ്ടാകട്ടെ. എല്ലാവർക്കും നമസ്കാരം.